അങ്ങനെ ജയ അവിടെ നിന്ന് ക്യാബിനിൽ നിന്നും പുറത്തു പോയി. അവളെ ക്യാബിനിലേക്ക്. ജയ, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, നിന്നെ ഞാൻ എടുത്തോളാം. അല്ല, നീ ഇപ്പം എന്തിനാ വന്നേ? സർ, ഒരു ന്യൂ ജോയിൻ വന്നിട്ടുണ്ട്. മിസ്റ്റർ ജോൺ സാറ് സെലക്ട് ചെയ്തിരിക്കുന്ന ആളാണ്. അതിനോ വരാൻ പറ. ജോൺ സാർ എന്തിനാ അങ്ങനെ ചെയ്ത്? അല്ല സാർ, ഇത് ഏത് ഫ്ലേവറിന്റെ കാര്യം ചോദിച്ചേ? എന്താ ചോദിച്ചെന്ന് ചോദിച്ചപ്പോഴും എൻ്റെ അടുത്തേക്ക് വന്നിക്കുക. ദയ തൻ്റെ ലിപ്സിൽ കൈവച്ചുകൊണ്ട് ചിന്തിച്ചു. എന്തുവാടി, എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നുമില്ല യോജി. പിന്നെ അല്ല, നിനക്കെന്താ പറ്റി? നിന്റെ മുഖമൊക്കെ അവിടെ സേഡായിരിക്കുന്നല്ലോ, എന്താ പറ്റിയേ? ഓ, അതൊന്നും പറയണ്ട ജയ. ഞാൻ ചേത്താൻ്റെ കടലിൽ നടുക്ക് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിയോണ്ടിരിക്കുക. എന്തൊക്കെ പിച്ചും പേയോടി നീ പറയുന്നേ? എന്തുവാന്ന് വെച്ചാൽ ക്ലിയറായി പറ. പപ്പ കുറേ കാലമായി കുക്കിയോട് ഇങ്ങനെ കല്യാണത്തെ കുറിച്ച് പറയുന്നേ. ഇപ്പോൾ കുക്കിയാണെങ്കിൽ അത് തിരിഞ്ഞു നോക്കുകയില്ല. അവനെന്തോ ആരോടെ എന്തോ ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ അറിയില്ല, വേണ്ടെന്ന് പറയാം. എന്നിട്ടിപ്പോൾ പപ്പ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ഇപ്പം എന്നോട് പറഞ്ഞിരിക്കുക കുക്കിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. എന്തപ്പം ഞാൻ ചെയ്യുന്നേ? അവനത്തെ ആ കാര്യം പറഞ്ഞ എന്നിട്ട് ആലോചിക്കാൻ വയ്യ. പപ്പൻ്റെ അടുത്ത് പോയിട്ട് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ അതും നല്ലത്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്താ കല്യാണോ? അതിന് കുക്കിക്ക് ആരെങ്കിലും ഇഷ്ടമൊന്നുമില്ലല്ലോ, പിന്നെങ്ങനെ? അല്ല, നീ പറഞ്ഞത് അങ്ങനെയാണല്ലോ, കുക്കിക്ക് അവനാരെ ഇഷ്ടമില്ല എന്നല്ല നീ പറഞ്ഞേ. അതെയാ, അത് തന്നെയാ പ്രശ്നം. നിൽക്കാതെ എല്ലാ ഗേൾസിനോട് ഫ്ലേർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനെ പോയി പ്രേമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നും ആലോചിക്കാതെ കെട്ടെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോൾ എന്താ ചെയ്യുക? അവനാണ് ലിസയോടല്ലാതെ മറ്റാരോടും ഇങ്ങനെ അടുത്തേക്ക് ഫ്ലേർട്ട് ചെയ്യുന്നല്ലാതെ മറ്റൊരു രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലിസയോട് മാത്രമേ കുറച്ചുകൂടെ ഒരു ഇതുള്ളൂ, വേറെ ആരോടും ഇല്ല. ലിസ അതാരാ യുഞ്ചി? അത് ശരിയാണല്ലോ, ലിസയെ കുറിച്ച് ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയതാ. ലിസ കുക്കിയുടെ ചൈൽഡ്ഹുഡ് മുതലേ ഉള്ള കൂട്ടാ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ സാധാരണ തരത്തിലല്ല എന്ന്, അവർക്ക് തമ്മിൽ ഇഷ്ടമാണെന്ന്. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പപ്പയാണെങ്കിലും ലിസയുടെ പേരും പറഞ്ഞ ഇപ്പോൾ ഈ ഒരു മാരേജ് പ്രപ്പോസൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. അതെയോ? കുക്കി എന്നിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ലിസയെ ഇഷ്ടമാണെന്നോ അങ്ങനെയോ മറ്റോ? ഇത് ഞാൻ ഒരു തവണ അവനോട് ചോദിച്ചിരുന്നതാ. അന്നവൻ പറഞ്ഞത് അവനെന്താ ഇഷ്ടക്കുറവൊന്നും ഇല്ല എന്നാ. ഇത് കേട്ടതും നമ്മുടെ ജയ ആകെ എന്തോ ആയിപ്പോയി. ഒരുവിധം പറഞ്ഞാൽ ഹേർട്ടൊക്കെ ആകെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഓ ആണോ? എന്നാ ഡി, എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഫയല് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഇത് ഞാൻ നാളെ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാം. നീ ഇത് സാറിനോടൊന്ന് പറയണേ. പിന്നെ ഈ ഫയലൊന്ന് സാറിന് കൊടുക്കണേ. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏതായാലും കഴിഞ്ഞല്ലോ, എന്നാൽ ഞാൻ പോവാട്ടോ. നീ കൊടുത്തേക്കണേ. അതിനെന്താടാ, ഞാൻ കൊടുത്തോളാം, കുഴപ്പമൊന്നുമില്ല. അല്ല, നീ എന്താ, നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ, എന്താ പറ്റി? ആർ യു ഓൾറൈറ്റ്? യോഞ്ചി, ഐ ആം ഫൈൻ. എന്നാ ഞാൻ പോവാട്ടോ, ബൈഡാ. പാവം, എന്തിനെന്നറിയാത്ത കണ്ണെന്ന് വെള്ളം ഒരുപാട് പോകുന്നുണ്ട്. അങ്ങനെ രാത്രി തേടെ വീട്ടില്. ഇതെന്തിനാ ഞാനെന്തിനാ സങ്കടപ്പെടുന്നേ? എനിക്കെന്താ നീ വീട്? ഹേയ്, താൻ സാറിൻ്റെ ക്യാബിനിലേക്കാണോ പോകുന്നേ? അതെ, ഞാൻ സാറിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത്. താൻ എന്തായാലും സാറിൻ്റെ ക്യാബിനിലേക്ക് പോവല്ലേ? താനൊരു കാര്യം ചെയ്യ്, ഈ ഫയലും കൂടെ കൊടുക്കുമോ സാറിന്? ഓക്കെ, കൊടുക്കാലോ. ഡൗട്ടൊക്കെ ക്ലിയർ ആയോടാ? ആടാ, അതൊക്കെ ക്ലിയർ ചെയ്തു. ഇപ്പം കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയി. ഇവിടെന്താ
കൊടുത്ത ഫയലെല്ലാം മറ്റാരെങ്കിലും കയ്യിൽ കൊടുത്തു വിടുന്നേ? എന്താ വരാത്ത? കുക്കി, നീ എന്തിനാ എന്നെ വിളിച്ചേ? ആ യോഞ്ചി, നീ തേയോട് ഇങ്ങോട്ട് വരാൻ പറ. സാർ ഇപ്പം തന്നെ വരാൻ പറഞ്ഞേ. എന്തായാലും പോയി നോക്കാം എന്താന്നാവും. സർ മേ ഐ? സാർ എന്തിനാ വരാൻ പറഞ്ഞേ? ഓ മൈ ഗാഡ്, ഇത്രയും സുന്ദരിയായി വന്നിട്ടാണോ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നേ? ഞാനതിന് ഇങ്ങോട്ട് വരുന്നത് എൻ്റെ സൗന്ദര്യം സാറിനെ കാണിക്കാനല്ല. ആഹാ, നല്ല കലിപ്പിലാണല്ലോ എൻ്റെ ഏഞ്ചൽ. വാട്ട് ഹാപ്പൻ ടു യു? എനിക്കൊന്നുമില്ല. സാർ ഇപ്പം എന്തിനാ എന്നെ വിളിച്ചേ? അത് പറഞ്ഞില്ല. എന്തെങ്കിലും ഫയൽസ് വല്ലതും ഉണ്ടോ? ഓ മൈ ഏഞ്ചൽ, കൂൾ ബേബി, കൂൾ. ബേബി? സർ ഡോണ്ട് കോൾ മീ ബേബി. സാർക്ക് അത്ര പൂതിയാണെങ്കിൽ സാർ സാറിൻ്റെ ഗേൾ ഫ്രണ്ടിനെ പോയി വിളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ട. കോൾ മീ തേയ. ഓ ഏഞ്ചൽ, നീ ദേഷ്യപ്പെടുന്നത് കാണാൻ എന്താ ചേലെന്നറിയോ? നിന്റെ മുഖം അങ്ങ് തൊടുത്ത് വരുമ്പോൾ കടിച്ച് തിന്നാൻ തോന്നി എനിക്ക്. ഓ, സ്ട്രോബറി തിന്നത് പോലെ. ഓ മൈ ഗാഡ്. ഓ വേണ്ടത്തെയോ, കൺട്രോൾ. സർ ഇത് പറയാനാണോ എന്നെ വിളിച്ചവിടേക്ക്? ഞാൻ പോണു, എനിക്ക് വർക്ക് തീർക്കാനുണ്ട്. ഇവൾക്കിത് എന്ത് പറ്റി? ബേബി, നീ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പെണ്ണിനെ തന്നെയാ ബേബി എന്ന് വിളിച്ച്. മനസ്സിലായില്ലേ? യു ആർ മൈ സൂൺ മൈ മിസ്സസ് ജോൺ. അങ്ങനെ വീണ്ടും ആഴ്ചകൾ കടന്നു പോകാൻ തുടങ്ങി. ഇത്രയും നാളും തേയ ശരിക്കും കുക്കിയെ അവോയ്ഡ് ചെയ്തു. ഇപ്പോൾ തേക്കറിയാം, അവൾക്ക് അറിയാതെയാണെങ്കിൽ പോലും അവൾ കുക്കിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം. എന്നിട്ടും കുക്കിയെ അവോയ്ഡ് ചെയ്യാൻ കാരണം എന്താണെന്നല്ലേ? അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ അവൾക്ക് അറിയാമല്ലോ ലിസയുമായിട്ട് വെഡിങ് ഉറപ്പിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യുന്നത്. ബട്ട് അവളെ അവോയ്ഡ് ചെയ്യുന്നതിന് നമ്മുടെ കുക്കി ഒരുപാട് ഹേർട്ടാവുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അങ്ങനെ ഒരു ദിവസം കുക്കി തേയുടെ കൈ പിടിച്ച് അവൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി, വലിച്ചു കൊണ്ടുപോയി. ആർമിസേ, എനിക്കറിയാം നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ് BL വേണ്ടിയെന്ന്. ബട്ട് ഐ എം സോറി, എനിക്ക് BL ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വിടാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം എനിക്ക് ഒഴിവില്ല, അതാണ് സത്യം. ബട്ട് ഞാൻ ഈ വൺ ഷോട്ട് ആദ്യം ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്കത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വിട്ടു തരാൻ പറ്റുന്നു. അതുകൊണ്ട് വലിയ കിട്ടലാണ്. കാരണം നിങ്ങളെ ചടപ്പിക്കണ്ടല്ലോ, നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കല്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടയ്ക്കിതൊന്ന് കട്ട് ചെയ്ത് ഓരോരോ ഇതാക്കി വിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിട്ടു തരുകയും ചെയ്യാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു ചെയ്യുന്നത് വരെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷോർട്ടാക്കി ഇങ്ങനെ ഞാൻ ഓരോ പാർട്ടാക്കി ഇങ്ങനെ വിട്ടു തരാം. ശരിക്കും ഒരു വൺ ഷോട്ടായിരുന്നു ഇത്. ഈ വൺ ഷോട്ട് ഞാൻ കട്ട് ചെയ്താണ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. പ്ലീസ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പറയാം, ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ.